ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബ്ലഡ് പ്രഷർ, അത് രക്തസമ്മർദ്ദം. ഈ പ്രഷറിന് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിന് വർഷങ്ങളായിട്ട് മരുന്ന് കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. ഇവർക്ക് എന്താണ് ഈ ബ്ലഡ് പ്രഷർ എന്ന് മനസ്സിലായിട്ടുണ്ടല്ല. ബ്ലഡ് പ്രഷർ വളരെ സിമ്പിളാണ്. നമ്മുടെ ശരീരത്തിലെ ഹൃദയമുണ്ട്. ഹൃദയം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും 24 മണിക്കൂറും രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും ഒരേ പവറിൽ ഓരോ ഫോഴ്സിലായിരിക്കും രക്തം പമ്പ് ചെയ്യുക. അപ്പോൾ ഈ രക്തം പമ്പ് ചെയ്യുന്ന സമയത്ത് ഞരമ്പിലൂടെ രക്തം ഓടുന്നുണ്ട്. ആ ഞരമ്പിനുള്ളിലൂടെ ഓടുന്ന രക്തത്തിൻ്റെ ഈ വേഗതക്കാണ് ഈ പ്രഷർ എന്ന് പറയാം. ഇപ്പോൾ ഹൈ പ്രഷർ എന്ന് പറഞ്ഞാൽ ഉള്ള ആളുകളെന്ന് പറഞ്ഞാൽ അവരെ രക്തത്തിൻ്റെ ഓട്ടം കുറച്ച് വേഗത കൂടുതലായിരിക്കും. ലോ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ കണ്ടീഷനും കുറഞ്ഞ രീതിയിലായിരിക്കും അവരെ രക്തത്തിൻ്റെ ഓട്ടത്തിൻ്റെ വേഗത ഉണ്ടായി. ഇതാണ് ബ്ലഡ് പ്രഷറും ഹൈ പ്രഷറും എന്നുള്ള ചെറിയ രൂപം. ഇനി നമുക്ക് ഇന്ന് സമർത്ഥിക്കാൻ പോകുന്നത് ഈ ഇതിന് തടിച്ച ആളുകളുണ്ടായി, നല്ല തടിയുള്ള ആളുകളുണ്ടായിരിക്കാം. ഈ തടിയുള്ള ആളുകൾ ബ്ലഡ് പ്രഷറിന് മരുന്ന് കുടിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. ഇങ്ങനത്തെ ആളുകൾ തടി കുറയ്ക്കുകയാണെങ്കിൽ അവരുടെ ബ്ലഡ് പ്രഷർ കുറയാൻ പറ്റുമെന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, നമ്മൾ നല്ല തടിയുള്ള ആളുകൾ പ്രഷർ മരുന്ന് കുടിക്കുന്നുണ്ട്. അവർ ബോധപൂർവ്വം തടി കുറയ്ക്കുകയാണെങ്കിൽ അവരെ പ്രഷർ കുറക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റും, 100% പറ്റും. നോക്കാം. അതിലൊരു ഉദാഹരണ സഹിതം നമുക്ക് പറയാം. കാരണം ഒരു വ്യക്തി 55 കിലോ ഭാര വ്യക്തി ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു വ്യക്തി 55 കിലോ ഭാരമുണ്ട്. അദ്ദേഹത്തിന് ഹൃദയം 24 മണിക്കൂർ പമ്പ് ചെയ്യുന്നുണ്ട്. ഈ 55 കിലോ ശരീരഭാഗത്തേക്ക് രക്തം എത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ 55 കിലോ ഭാരമുള്ള വ്യക്തി 5-6 കൊല്ലങ്ങൾ കൊണ്ട് പല ഭക്ഷണം കഴിച്ചിട്ട് വെയിറ്റ് കൂടി 55 75 കിലോനായി. ആ സമയത്തും അദ്ദേഹത്തിന് ഹൃദയം സൈസ് കൂടുന്നില്ല. ഹൃദയത്തിന് എന്തെയും നേരത്തെ ഹൃദയം 55 കിലോ ഭാരഭാഗത്തേക്ക് മാത്രമേ രക്തം പമ്പ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം ഹൃദയത്തിന് എന്ത് ചെയ്യണം? 75 കിലോ ഭാരഭാഗത്തേക്ക് രക്തം പമ്പ് ചെയ്യണതിന്. അപ്പം എന്ത് ചെയ്യും? ഹൃദയത്തിന് വർക്കിംഗ് സ്പീഡ് കൂട്ടേണ്ടി വരും. അതിൻ്റെ ലോഡ് കൂടും. ലോഡ് കൂടുന്ന സമയത്ത് എന്തും ഈ പ്രഷർ കൂട്ടിച്ചേടേണ്ടി വരും. ഇതാണ് തടി കൂടുതൽ ആളുകളിലേക്കുള്ള പ്രഷർ അനുഭവപ്പെടാനുള്ള ഒരു കാരണം. അപ്പോൾ അവർ തടി കുറക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കാൻ നോക്കാം നമുക്ക്. തടിയുള്ള ആളുകൾ, ബ്ലഡ് പ്രഷറുള്ള ആളുകൾക്ക് തടി കുറക്കുകയാണെങ്കിൽ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ നോക്കാം. ഒന്ന്, അവരെ ഹൃദയം നോർമലായി പ്രവർത്തിക്കും. കാരണം അവർ തടി കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ തടിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഹൃദയം നല്ല പമ്പ് ചെയ്യും. ഒരുപാട് സ്ട്രെയിൻ ഹൃദയത്തിന് വരും. അവർ മെലിനോട് കൂടി എന്ത് ചെയ്യും? ഹൃദയം നോർമൽ കണ്ടീഷനിൽ എത്തുകയും അവരുടെ ബ്ലഡ് പ്രഷർ നോർമൽ ലെവലിലേക്ക് എത്തുകയും ചെയ്യും. രണ്ടാമത് അവരുടെ ആർട്ടറി ഹെൽത്ത് ആണ് ധമനികൾ. നമ്മുടെ ഹൃദയത്തിൻ്റെ അടുത്ത്, ഹൃദയത്തിന് പുറന്തള്ളുന്ന പുറത്തേക്ക് വരുന്ന വലിയ ഞരമ്പുകളുണ്ട്, ധമനികൾ. ഈ ധമനികളിലൂടെയാണ് എന്ത് ചെയ്യും? ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ധമനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഇലാസ്റ്റിസിറ്റി പറഞ്ഞാൽ കൂടുതൽ ബ്ലഡ് വന്ന് ഒന്ന് സൈസ് കൂടാനും കുറയാനും പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഈ തടി കൂടുന്ന സമയത്ത് നല്ല ഓവർലോഡിലായിരിക്കും ഈ ധമനി, നല്ല വണ്ണത്തിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ധമനിക്കും നല്ല പ്രയാസം അനുഭവപ്പെടുന്നുണ്ടാവും. പക്ഷേ വെയിറ്റ് നമ്മൾ കുറയുന്നതോടുകൂടി എന്ത് ചെയ്യും? ഇത് ധമനിൻ്റെ സൈസ് നോർമലാവുകയും അത് നമ്മുടെ ബ്ലഡ് പ്രഷറെ നിയന്ത്രിക്കുകയും ചെയ്യും. മറ്റൊന്നാണ് റെഡ്യൂസ് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്. ഈ തടി കൂടുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വെള്ളത്തിൻ്റെ അംശം കൂടുക. നമ്മുടെ ശരീരത്തിൻ്റെ ഏകദേശം 70% കൂടുതൽ വെള്ളമാണല്ലോ. അപ്പോൾ ഈ നീർക്കെട്ടിൻ്റെയൊക്കെ നമ്മൾ ചില ആളുകൾക്ക് ഉണ്ടാകും ഈ പുറത്ത് വേദന, ഊരിൻ്റെ വേദന, പല സ്ഥലത്തും വേദന അനുഭവം. അത് നീർക്കെട്ടാണ് കാരണം. എന്നാൽ മെലിയുന്നത് കൂടി നീർക്കെട്ട് കുറയുകയും നമ്മുടെ രക്തത്തിൻ്റെ ഓട്ടത്തിനെ നല്ല രീതിയിലേക്ക് ആക്കുകയും നമ്മുടെ പ്രഷർ നോർമലാവുകയും ചെയ്യും. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ഹോർമോൺ ബാലൻസ്. ഈ തടി കൂടുന്ന ആളുകൾ, നല്ല തടി കൂടുന്ന ആളുകൾ, തടി എന്ന് പറഞ്ഞ സാധനം കൊഴുപ്പടിയാണ്. ഈ കൊഴുപ്പടിയുന്നതോടുകൂടി കൊഴുപ്പ് ഈ ലാപ്റ്റിൻ എന്നുള്ളൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഈ ലാപ്റ്റിൻ എന്ന ഹോർമോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രഷർ കൂടുകയാണ് ചെയ്യുക. അപ്പം മെലിനോട് കൂടി എന്ത് ചെയ്യും? ഈ ലാപ്റ്റിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുകയും പ്രഷർ നോർമലിലേക്ക് വരികയും ചെയ്യും. മറ്റൊന്ന്, നിങ്ങൾ ശരീരം തടി കുറക്കുകയാണെങ്കിൽ നിങ്ങളെ കിഡ്നീൻ്റെ ആരോഗ്യം നന്നാവും. കാരണം കിഡ്നി എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ജലാംശത്തെ മുഴുവൻ ഫിൽട്ടർ ചെയ്യുന്ന സംവിധാനമാണ്. നിങ്ങൾ 55 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ 55 കിലോ വെയിറ്റിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ട്രീറ്റ് ചെയ്താൽ മതി കിഡ്നിക്ക്. പക്ഷേ ഈ 55 കിലോ സെയിം ആൾ 75 കിലോ ആണ് വീണ്ടും വർക്ക് ലോഡ് കൂടുക. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറക്കുന്നതോടുകൂടി കിഡ്നിയുടെ വർക്ക് ലോഡ് കുറയുകയും അത് നിങ്ങളെ പ്രഷറിനെ നോർമലാക്കുകയും ചെയ്യും. പിന്നെ മറ്റൊന്ന്, നല്ല ഉറക്കം കിട്ടും. നിങ്ങൾ വെയിറ്റ് കുറക്കുന്നതോടുകൂടി നിങ്ങളുടെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഹൃദയം നോർമൽ ലെവലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളെ ഉറക്കത്തെ തടസ്സപ്പെടുന്നില്ല, സുഖമായിട്ട് ഉറക്കാനും കഴിയും. മറ്റൊന്ന്, ഈ നിങ്ങൾ തടി കൂടുന്ന അവസ്ഥയിലാണ്
രക്തം വേഗതയിൽ പമ്പ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് എന്ത് രക്തക്കുഴലിൻ്റെ പല ഭാഗങ്ങളിലും കൊഴുപ്പ് ചെന്ന് അടിയുണ്ടാകുക. നിങ്ങൾ മെലിയുന്നതോടുകൂടി എന്ത് ചെയ്യും, ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കുറയുകയും അത് നിങ്ങളെ പ്രഷറിനെ നോർമലാക്കുകയും ചെയ്യും. മറ്റൊന്ന്, നിങ്ങൾ വെയിറ്റ് കുറക്കുന്നതോടുകൂടി നിങ്ങളുടെ ഹൃദയ ആരോഗ്യം നല്ല സ്ട്രോങ് ആവും. നിങ്ങൾക്ക് ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊന്നും നിങ്ങൾക്ക് വരില്ല. മറ്റൊന്നാണ്, നമ്മുടെ ശരീരത്തിൽ മാഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യും, ഇത് നമ്മൾ തടി കൂടുന്നതോടുകൂടി ഇതിൻ്റെ ലെവലുകൾ വേരിയേഷൻ വരികയോ അത് നമ്മളെ ശരീരത്തിൽ പല അസ്വസ്ഥതകളും ഉണ്ടാക്കും. നിങ്ങൾ മെലിയുന്നത് കൂടി ശരീരത്തിൻ്റെ വെയിറ്റ് കുറക്കുന്നത് കൂടി ഇപ്പം മാഗ്നീഷ്യം പൊട്ടാസ്യം നോർമൽ ആവുകയും അത് നിങ്ങളുടെ ബ്ലഡ് പ്രഷറിനെ നോർമലിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. മറ്റൊന്ന്, നിങ്ങൾ വെയിറ്റ് കുറച്ചുള്ളത് നിങ്ങളെ റെസ്പിറേറ്ററി സിസ്റ്റം, നിങ്ങളെ ശ്വാസോച്ഛ്വാസം വളരെ നോർമലാവും. കാരണം നിങ്ങൾ തടിയുള്ള ആളുകളാകുമ്പോൾ ശരീരത്തിന് ഒരുപാട് ഭാഗങ്ങളുണ്ടാവും. ഈ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓക്സിജൻ എത്തിക്കണം ശ്വസന പ്രക്രിയ ഒന്ന് സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. പക്ഷെ നിങ്ങൾ മെലിനോട് കൂടിയാൽ നോർമലിലേക്ക് ആവുകയും ശ്വാസോച്ഛ്വാസം സാധാ ലെവലിലാവുകയും ചെയ്യും. പിന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ തടിയിലെ ആളുകളാകുമ്പോൾ നിങ്ങൾ ഫിസിക്കലായിട്ട് കൂടുതൽ ഓടാനോ ചാടാനോ നടക്കാനൊന്നും കഴിയില്ല. നിങ്ങൾ മെലിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഓടാനും ചാടാനും നിങ്ങളുടെ ശരീരം നല്ല ആയാസത്തിലേക്കും വരും. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ, തടിയുള്ള ആളുകൾ, പ്രഷർ മരുന്ന് കുടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, മെലിയാൻ ശ്രമിക്കുക. വളരെ സിമ്പിളായി ആധുനിക കാലഘട്ടത്തിൽ ഭക്ഷണം നിയന്ത്രിക്കുക, നല്ല വ്യായാമം ചെയ്യുക. വ്യായാമം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെലിയാനും ഈ പ്രഷറിന് ഗുളികെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ബോധപൂർവ്വം നല്ല എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് പ്രഷറിലെ ഗുളികകൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആരോഗ്യകരമായ ഒരു ജീവിതത്തെ നിങ്ങൾ നയിക്കാനും കഴിയും. മറ്റൊരു വിഷയമായി നമുക്ക് നാളെ കാണാം. താങ്ക് യു.